മെറീഷ് ടി.പിയുടെ കവിതയാണ്. അമ്മ മരിച്ച വീട്ടിലെ ഒരച്ഛനെ കണ്ടിട്ടുണ്ടോ? ഉമ്മറത്തെ മൂലയിൽ ഒരിടത്ത് കസാലയിൽ മിണ്ടാണ്ടിരിക്കുന്നുണ്ടാവും. കാണാൻ വരുന്നവരോട് തലയാട്ടും. കരയുന്ന പെമ്മക്കളെ കേൾക്കുമ്പോൾ ഓളോട് മിണ്ടാണ്ടിരിക്കാൻ പറയൂ എന്ന് അടുത്തു നിൽക്കുന്ന സ്ത്രീകളോട് പറയും. എല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യുന്ന മകനോട് നിസ്സാരമായൊരു കാര്യമുണ്ടാക്കി വെറുതെ ദേഷ്യപ്പെടും. ആളൊഴിഞ്ഞ രാത്രിയിൽ വെള്ള പുതച്ച് കിടക്കുന്നവളെ കാണും തരത്തിൽ കസാലയിട്ടിരുന്ന് ഭൂതകാലത്തെ ജീവിതത്തെ ഓരോന്നായി ഓർത്തെടുക്കും. രാവിലെ എന്നേക്കുമായി വേർപ്പെടും മുമ്പ് ഒന്നടുത്തിരിക്കണമെന്നും ഒന്ന് തൊടണമെന്നും ഒന്ന് ഉമ്മ വെക്കണമെന്നും അയാൾ അതിയായി കൊതിക്കും. അയാളോട് ആരും ചോദിക്കുകയോ ആരും അത് മനസ്സിലാക്കുകയോ ചെയ്യില്ല. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ വെള്ള പുതച്ച് കിടക്കുന്നവൾ അയാൾക്ക് അരികിലെത്തും. വേർപിരിയലിന്റെ നൊമ്പരം പങ്കുവെക്കുകയും കൈകൾ കോർത്തണച്ച് പിടിക്കുകയും നെറ്റിയിൽ മൃദുവായി ഉമ്മ വെക്കുകയും അവരൊരുമിച്ച് പതിയെ മയങ്ങുകയും ചെയ്യും. നേരം വെളുത്താൽ ചിതയൊരുങ്ങുന്നിടത്തേക്ക് പാളിപ്പാളി നോക്കും. നേരമാവുമ്പോൾ എന്നാൽ എടുക്കുകയല്ലേ എന്ന് ചോദ്യമായി എത്തുന്നവരോട് തല താഴ്ത്തി മനസ്സില്ലാതെ തലയാട്ടും. അവളെ വീടിനുള്ളിൽ നിന്നും ഇറക്കുമ്പോൾ ഉമ്മറത്ത് ഇരുന്നിടത്തു നിന്ന് അറിയാതെ അയാൾ എണീറ്റു നിൽക്കും. നോക്കാൻ ത്രാണിയില്ലാതെ നേരം വിദൂരതയിലേക്ക് നോക്കും. ഇറങ്ങിപ്പോവുന്നവൾ തൻ്റെ കൈ പിടിച്ച് ആദ്യമായി ഉമ്മറപ്പടി കയറി വന്നത് അയാൾ അപ്പോൾ ഓർക്കും. മുറ്റത്ത് അവസാന വെള്ളം കൊടുക്കുന്നവരുടെ നിര അയാൾ കാണും. കുറ്റവും കുറവും പറഞ്ഞിരുന്നവർ, പരിചരിക്കാത്തവർ. ചിതയിലെടുത്ത് കിടത്തുമ്പോൾ അയാൾ നിർനിമേഷനായി നോക്കും. ചിത കത്തിത്തുടങ്ങുമ്പോൾ അയാളുടെ ഉള്ളവും എരിഞ്ഞു തുടങ്ങും. അവൾ എരിഞ്ഞൊടുങ്ങുമ്പോൾ അയാളൊരു നെരിപ്പോടായി നീറിത്തുടങ്ങും. ചിതയിലെടുത്ത് കിടത്തുമ്പോൾ അയാൾ നിർനിമേഷനായി നോക്കും. ചിത കത്തിത്തുടങ്ങുമ്പോൾ അയാളുടെ ഉള്ളവും എരിഞ്ഞു തുടങ്ങും. അവൾ എരിഞ്ഞു തുടങ്ങുമ്പോൾ അയാളൊരു ഞെരിപ്പോടായി നീറിത്തുടങ്ങും. കോപിഷ്ഠനായ ദുർവാശിക്കാരനായ മക്കളോട് സ്നേഹം കാണിക്കാത്ത നമ്മുടെയൊക്കെ അച്ഛന്മാർ തൻ്റെ ഭാര്യ മരിക്കുന്ന നേരം ഇങ്ങനെ നിർനിമേഷനായി നിസ്സഹായനായി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത്തരമൊരു അനുഭവത്തെയാണ് ഈ കവി ഈ കവിതയിലൂടെ നമുക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. എല്ലാവർക്കും നന്ദി, സ്നേഹം.